ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഹരിയുടെ വിനീതമായ നമസ്കാരം. നമുക്ക് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്കൊരു കീർത്തനം ചെയ്യാം. ജയ രാധാ മാധവ ജയ കുഞ്ച ബിഹാരി, जय राधा माधव जय कुंज बिहारी, जय गोपी जन वल्लभ जय गोपी जन वल्लभ जय गिरिवरधारी, जय गिरिवरधारी, यशोदानंदन व्रज जन रंजन, यशोदानंदन व्रज जन रंजन, यशोदानंदन व्रज जन रंजन, यशोदानंदन व्रज जन रंजन, यमुना तीरावनचारी, यमुना तीरावनचारी, जय कुंज बिहारी, जय कुंज बिहारी. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा. जो लोग प्रेम हरे राम संकीर्तन की जय. नमाचार्य श्री हरिदास ठाकुर की जय. शुभोबा जी की जय. ताई गौर प्रेमानंदे. हरे हरे കൃഷ്ണ. ശ്രീമദ് ഭാഗവതം 3-ാമത്തെ സ്കന്ധമാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഇപ്പം വേണ്ട, പിന്നെ മതി സത്സംഗം കഴിയും. ശ്രീമദ് ഭാഗവത്തിലെ 3-ാമത്തെ സ്കന്ധം
അതിൽ 4 കുമാരന്മാരുടെ സൃഷ്ടിയുടെ ആ ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ബ്രഹ്മദേവൻ 4 കുമാരന്മാരെ സൃഷ്ടിക്കുകയും എന്നിട്ട് 4 കുമാരന്മാരോട് സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടാനായിട്ട് പറയുകയാണ്. അപ്പോൾ 4 കുമാരന്മാരും അതിൽ പറയുന്നു, നമുക്ക് മോക്ഷത്തിലാണ് താല്പര്യം, മോക്ഷമാർഗത്തിലാണ് താല്പര്യം എന്ന് 4 കുമാരന്മാർ പറയുന്നു. അത് കേട്ടപ്പോൾ ബ്രഹ്മദേവന് ദേഷ്യമായി. അങ്ങനെ പക്ഷെ ആ ദേഷ്യത്തെ ബ്രഹ്മദേവൻ പുറമേ പ്രകടിപ്പിച്ചില്ല. ആ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്നിരുന്നാലും ബ്രഹ്മദേവനായതുകൊണ്ട്, ഞാൻ ഇതിനു മുമ്പേ ഈ സത്സംഗത്തിൽ പറഞ്ഞു, ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വലിയ റിസൾട്ടുകൾ ഉണ്ടാവും. അത് തെറ്റാവുമ്പോഴും അത്രത്തോളം നാശങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അത്രത്തോളം നല്ലൊരു കാര്യത്തിനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് ബ്രഹ്മദേവനായതുകൊണ്ട് ഇത് നാശമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം സാക്ഷാൽ രുദ്രൻ തന്നെയാണ് വരുന്നത്. മഹാദേവൻ്റെ തിരുവവതാരം അവിടെ എടുക്കുകയാണ്, മഹാദേവൻ അവതരിക്കുകയാണ്. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കായിട്ട് സംഹാരം എന്ന് പറയുന്ന ആ ഒരു ഘടനം, സംഹാരം എന്ന് പറയുന്ന ആ ഒരു ഘടകം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സൃഷ്ടി സംഹാരത്തിലൂടെ വീണ്ടും പുതിയൊരു സൃഷ്ടി ആരംഭിക്കേണ്ടതാണ്. അന്നേരം അങ്ങനെ ബ്രഹ്മദേവൻ്റെ ഇരുപുരികത്തിൽ നിന്നും ഒരു വ്യക്തി വരികയാണ്. വന്ന ഉടനെ പറഞ്ഞു, എൻ്റെ പേരെന്താണ്, എൻ്റെ സ്ഥാനം എന്താണ്, എനിക്കായിട്ട് ഒരു സ്ഥലം നൽകൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, വിഷമിക്കണ്ട, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഞാൻ എല്ലാം ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ 10ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. എന്താ പറയുന്നത്? യത് ആരോദി സുരശ്രേഷ്ഠ സോ ഉദ്വേഗ ഇവ ബാലക തതസ്ത്വം അവിദാസ്യന്തി നാംനാ രുദ്ര ഇതി പ്രജ. അതിനുശേഷം ബ്രഹ്മദേവൻ പറഞ്ഞു, സുരശ്രേഷ്ഠ, മഹാദേവൻ, ദേവന്മാരിൽ ദേവൻ, ദേവന്മാർ പൂജിക്കുന്ന ആള്, ദേവന്മാരുടെയും ദേവൻ, അതാണ് മഹാദേവൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇവിടെ പറയാം സുരശ്രേഷ്ഠ. ബ്രഹ്മദേവൻ പറയാ, ദേവന്മാരിൽ പ്രധാനിയായ സുരശ്രേഷ്ഠ, സുരന്മാരിൽ ശ്രേഷ്ഠനായവനെ, അങ്ങയുടെ പേര് രുദ്രൻ എന്നാണ് ഇനി മുതൽ അറിയപ്പെടുന്നത്. എന്തുകൊണ്ട്? അങ്ങ് സ ഉദ്വേഗ ഇവ ബാലക തഥാ, അങ്ങ് വളരെ ഉത്കണ്ഠയോടുകൂടി അങ്ങ് കരയുകയായിരുന്നു. ബാലക, കുട്ടിയെ പോലെ അങ്ങ് കരയുകയായിരുന്നു. അതുകൊണ്ട് അങ്ങയുടെ പേര് നാംന രുദ്ര ഇതി പ്രജ, എല്ലാവരും അങ്ങേ രുദ്രൻ എന്നറിയപ്പെടുന്നു. അന്നേരം ഓരോ വ്യക്തികളുടെയും ഗുണങ്ങളനുസരിച്ചാണ് അവിടെ ഒരു പേര് കൊടുക്കുന്നത്. അന്നേരം സൃഷ്ടിയുടെ പ്രാരംഭഘട്ടത്തിൽ ഞാൻ ആരാണ്, എന്താണ്, അന്നേരം നമുക്കിത് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു വളരെ ബാലിഷ്യമായിട്ട് തോന്നും. പക്ഷേ ഇത് മഹാദേവനാണ് നമ്മൾ മനസ്സിലാക്കുക. മഹാദേവൻ ആദി ഗുരുവാണ്. അന്നേരം അദ്ദേഹത്തിന് നമുക്കായിട്ടൊരു പാഠം പഠിപ്പിക്കുകയാണ്. നമ്മൾ ജനിക്കുമ്പോഴേ നമ്മൾ ആരാണ്, എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ആ ഒരു അന്വേഷണം ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് രുദ്രനായി. ആ ഒരു അന്വേഷണത്തോടുകൂടി അദ്ദേഹം കരയുമ്പോൾ, അല്ലാതെ നമ്മൾ സാധാരണ വീക്ഷണത്തോടു കൂടി മഹാദേവൻ്റെ ഈ ഒരു തിരുവവതാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇതെന്തുവാണ്, ഇതിലെന്തുവാ ഇപ്പോൾ ഇത്ര ചോദിക്കാനുള്ളത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ മഹാദേവൻ്റെ ആ ഒരു മേന്മ നമ്മളവിടെ മനസ്സിലാക്കുക. സാധാരണ വ്യക്തിയല്ല, ഭഗവാന്റെ തന്നെ വേറൊരു രൂപമാണ് മഹാദേവൻ പറയുന്നത്. അന്നേരം ഭഗവാന്റെ വിസ്തരണത്തിൽ നിന്നും വരുന്നതാണ് മഹാദേവൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം മഹാദേവൻ എന്ന് പറയുന്നത് ആചാര്യന്മാർ പറയുന്നു വിഷ്ണു തത്വവുമല്ല, ജീവതത്വവുമല്ല, പക്ഷെ വിഷ്ണുവിൽ നിന്നാണ് വരുന്നത്. അന്നേരം അതാണ് ശിവതത്വം എന്ന് പറയുന്നത്.
അന്നേരം അടുത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെയാണ് ദക്ഷ പ്രജാപതിക്കും തെറ്റുപറ്റുന്നത്. ദക്ഷ പ്രജാപതി ചിന്തിച്ച എന്താണ്, എൻ്റെ മകളായ സതിയുടെ ഭർത്താവാണ് മഹാദേവൻ എന്ന് പറഞ്ഞു. അന്നേരം മഹാദേവൻ എങ്ങനെയാ വന്നത്? ബ്രഹ്മദേവന്റെ പുത്രനായിട്ട്. ഞാനും ബ്രഹ്മദേവന്റെ പുത്രനാണ്. അന്നേരം എന്നാലും ഞാൻ എൻ്റെ മകളെയാണ് മഹാദേവൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അമ്മായിയപ്പനായിട്ട് വരും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ മഹാദേവനെക്കാട്ടി എന്തോ പറയുന്ന സീനിയറായിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് മഹാദേവൻ എന്നെ ബഹുമാനിച്ചേ പറ്റൂ എന്നുള്ള രീതി ചിന്തിക്കുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഹാദേവൻ വന്നത് ബ്രഹ്മദേവനിലൂടെ ആണെങ്കിലും അതിനു മുമ്പേ മഹാദേവൻ ഇല്ല എന്നല്ല. മഹാദേവൻ വരുന്നത് സദാശിവനിൽ നിന്നാണ്. അത് ദക്ഷൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ദക്ഷൻ അപരാധങ്ങൾ ചെയ്തത്. മഹാദേവന്റെ വേഷവും മഹാദേവന്റെ പ്രവൃത്തിയും അതെല്ലാം ഭഗവാന്റെ തന്നെ സാക്ഷാൽ ശ്രീമദ് നാരായണന്റെ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി തന്നെയാണ്, ഈ സൃഷ്ടിക്ക് വേണ്ടി തന്നെയാണ് ആ സംഹാര രൂപം മഹാദേവൻ എടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അന്നേരം ഇവിടെ ബ്രഹ്മദേവൻ പറഞ്ഞു, അങ്ങ് വന്ന ഉടനെ വളരെ ഉത്കണ്ഠയോടുകൂടി കുട്ടികൾ കരയുന്നത് പോലെ കരഞ്ഞു. പക്ഷെ കുട്ടികൾ കരയുന്നത് എന്തിനു വേണ്ടിയാണ്? എനിക്ക് വിശക്കുന്നു എന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കും കരയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും വേദന കൊണ്ടായിരിക്കും കരയുന്നത്. ഒരു മഹാദേവൻ കരഞ്ഞത് അങ്ങനെയല്ല. മഹാദേവൻ കുട്ടിയല്ല. പക്ഷെ വന്ന ഉടനെ മഹാദേവൻ കരഞ്ഞത് എന്തിനു വേണ്ടിയാണ്? ഞാൻ ആരാണ്, എൻ്റെ ലക്ഷ്യം എന്താണ്, എനിക്കത് പറഞ്ഞു തരൂ. നമ്മളും ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമുക്കിതെല്ലാം അറിയാമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ശ്രീമദ് ഭാഗവത്തിൽ അതിൽ ഇനി മുന്നോട്ട് നമ്മൾ പഠിക്കും. കപിലമുനി, സാക്ഷാൽ ഭഗവാന്റെ അവതാരമായ കപിലമുനി ദേവഹൂതി ദേവിക്ക് ഉപദേശിക്കുന്ന ആ ഭാഗത്ത് പറയുന്നുണ്ട്, നമ്മൾ ഗർഭത്തിലിരിക്കുമ്പോൾ അച്ഛൻ്റെ ബീജത്തിൽ നിന്ന് അമ്മയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഒരു 6-7 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ബോധം വളർന്നു തുടങ്ങുമ്പോൾ, നേരത്തെ ബോധമുണ്ട്, പക്ഷേ അറിയാൻ പറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് 6-7 മാസം കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിഞ്ഞ 100 ജന്മങ്ങളിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഭഗവാൻ നമ്മുടെ മുമ്പിൽ കാണിക്കുമെന്നാണ് പറയുന്നത് പരമാത്മാവ്. അതും എല്ലാവർക്കും അല്ല, പുണ്യം ചെയ്ത ജീവാത്മാക്കൾ. ആ 100 ജന്മങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ കാണുമ്പോൾ ഉള്ളിലിരിക്കുന്ന കുട്ടിക്ക് ഒരുപാട് വിഷമം തോന്നും. അതായത് നമുക്ക് എല്ലാവർക്കും തോന്നും. അങ്ങനെ വിഷമിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഇത്രയൊക്കെ എൻ്റെ ജീവിതം വെറുതെ നശിപ്പിച്ചല്ലോ, 100 ജന്മങ്ങൾ. അതിനു മുമ്പ് എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ 100 ജന്മങ്ങളുടെയാണ് നമ്മളെ കാണിക്കുന്നത്, കഴിഞ്ഞ 100 ജന്മങ്ങളുടെ. ഇനി അതുകൂടാതെ ഇതിൻ്റെ ഉള്ളിലും നമ്മൾ ഇരിക്കുമ്പോൾ ഗർഭവാസ ദുഃഖമൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭഗവാൻ മഹാദേവൻ എന്ന് പറയുന്നത് അന്നേരം ഭഗവാന്റെ തന്നെ ഒരു വ്യത്യസ്ത രൂപമാണ്. വിഷ്ണുവിൻ്റെ വ്യത്യസ്ത ഒരു രൂപമാണ് മഹാവിഷ്ണു. അതായത് സംകർഷണിൽ നിന്നും മഹാവിഷ്ണു വരുന്നു, കാരണോദകശായ വിഷ്ണു. അന്നേരം അതേ സംകർഷണിൽ നിന്നാണ് സാക്ഷാൽ സദാശിവൻ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ സദാശിവനാണ് സൃഷ്ടിയുടെ പ്രാരംഭഘട്ടത്തിൽ ശംഭുവായിട്ട് മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അന്നേരം അങ്ങനെയാണ് സൃഷ്ടി മുന്നോട്ട് പോകുന്നത്, പരിപാലനവും സംഹാരവും അതുമൊക്കെ ആയിട്ട്. ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഗർഭവാസ ദുഃഖം അനുഭവിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ ആ ദുഃഖം അനുഭവിച്ചത് ആ 10 മാസം അമ്മയുടെ ഗർഭത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ മറന്നുപോയി. അതാണ് മായ എന്ന് പറയുന്നത്.
മായ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ച ദുഃഖങ്ങളെ നമ്മൾ മറക്കും. സുഖത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും വളരെ കുറച്ച് ക്ഷണികമായിട്ടുള്ള സുഖം പോലും നമുക്ക് ലഭിച്ചിട്ടില്ല. അഥവാ ലഭിച്ചാലും അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ എന്നുള്ള ഒരു ഓർമ്മ നമ്മളിൽ നിന്നും മറയ്ക്കും. നമ്മൾ ആരാണ്, എവിടുന്ന് വന്നു എന്നെല്ലാം മറക്കും. അതുകൂടാതെ സുഖത്തിന് പ്രതീക്ഷകൾ നൽകിക്കൊണ്ടേയിരിക്കും. കാരണം മായാദേവിയുടെ ലക്ഷ്യം എന്താണ്? നമ്മളെ ഈ ലോകത്തിൽ പിടിച്ചു നിർത്തുക എന്നതാണ്. ഒരു ജയിലിനകത്ത് ജയിൽവാസം അനുഭവിക്കുന്ന കുറ്റവാളികളുടെ കയ്യിൽ ഈ എന്താ പറയുന്ന ഈ ചങ്ങല കെട്ടിയിരിക്കുകയാണ്. എന്നാൽ ഈ ചങ്ങല എന്ന് പറയുന്നത് പൂട്ടി വെച്ചിരിക്കുകയാണ്. അത് ചങ്ങല ഇങ്ങനെ പൂട്ടി കിടക്കുമ്പോൾ, അത് കൂടാതെ ഒരു ജയിലിനകത്തുള്ള ഒരു മുറിക്കകത്ത് നമ്മളെ പൂട്ടിയിട്ടിരിക്കുകയാണ്. കയ്യിലും ചങ്ങലയുണ്ട്, അതുകൂടാതെ ജയിലിനകത്തും പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ഇതേപോലെ ചങ്ങലയാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. അന്നേരം മനസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും പലതും ചിന്തിക്കാനും പല തീരുമാനങ്ങളെടുക്കാനും. അന്നേരം നമ്മുടെ ഒരു ബന്ധനാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ലോകത്ത് കാണുന്ന ജയിലിൽ ആ ചങ്ങലയുടെ ചാവി തുറക്കാനുള്ള ചാവി അത് ജയിലറിൻ്റെ കയ്യിലായിരിക്കും ഇരിക്കുന്നത്. അത് ചങ്ങലയുടെ ആണെങ്കിലും ആ മുറിയുടെ ആണെങ്കിലും. പക്ഷേ നമ്മൾ ഈ ശരീരമാകുന്ന ജയിലിനകത്ത് ഇരിക്കുമ്പോൾ, മനസ്സാകുന്ന ചങ്ങലയിൽ കെട്ടിക്കിടക്കുമ്പോൾ, ഇതിൻ്റെ ചാവി നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് തുറക്കാം. പക്ഷേ ആ തുറക്കാനുള്ള ഓർമ്മ മായാദേവി നമുക്ക് നൽകത്തില്ല. അന്നേരം മായാദേവി ആശ്രയിച്ചിട്ടാണോ നമ്മൾ ഓർക്കുന്നത്, ഓർക്കാതിരിക്കുന്നത്? മായാദേവി നമ്മളെ ഇങ്ങനെ പറഞ്ഞ് എങ്ങനെയാ പറയുന്നത്? നമ്മുടെ മുമ്പിൽ പല സാഹചര്യങ്ങൾ കൊണ്ടുവരും, നമ്മുടെ മനസ്സിൽ പല ചിന്തകൾ കൊണ്ടുവരും. ത്രിവിധ ക്ലേശങ്ങളിലൂടെ, ഇന്ദ്രിയ ആസ്വാദനത്തിനുള്ള താല്പര്യത്തിലൂടെ, ഇന്ദ്രിയ ആസ്വാദനത്തിലുള്ള പ്രതീക്ഷകളിലൂടെ നമ്മളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള ഒരു അന്നേരം യാതനകൾ വരുമ്പോൾ നമുക്ക് പൊതുവെ മടുക്കേണ്ടതല്ലേ? അന്നേരം നമുക്ക് രക്ഷപ്പെടാൻ തോന്നേണ്ടതല്ലേ? പക്ഷെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ വേദനയിൽ കിടന്ന് മഗ്നനായിട്ടിരിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്നു. കാരണം ഞാൻ എവിടുന്ന് വരുന്നു, ഇതിന് അപ്പുറത്തായിട്ട്, ഈ ജയിലിന് അപ്പുറത്തായിട്ട് എനിക്കൊരു ജീവിതമുണ്ട് എന്ന് എനിക്ക് അറിയുമ്പോഴാണല്ലേ എനിക്ക് പോകാൻ തോന്നുന്നത്. അതിനെക്കുറിച്ച് ഒരു അറിവും ഇല്ലെങ്കിൽ, അതായത് ഒരു സമനില തെറ്റിയ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ആ വ്യക്തിക്ക് ഭ്രാന്താശുപത്രി കിടക്കുന്നതോ പുറത്തു പോകുന്നതോ ഒന്നും വ്യത്യാസം അറിഞ്ഞില്ല. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ലോകം അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പുറം ലോകത്തൊരു ജീവിതമുണ്ട് എന്നൊന്നും അറിയത്തില്ല. എന്നിട്ട് അതേപോലെ മായാദേവി നമ്മുടെ സമനില തെറ്റിക്കുകയാണ്. എങ്ങനെയാണ് സമനില തെറ്റുന്നത്? ഇന്ദ്രിയ ആസ്വാദനത്തിലൂടെ. സുഖലോലുപരായിട്ട് നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ ഈ ഭൗതിക ലോകത്തുള്ള എല്ലാ പ്രതീക്ഷകൾ, അതിതീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മളെ ഇവിടെ തന്നെ പിടിച്ചെത്തുന്നു. അത് അങ്ങനെയാണ് നമ്മളെ ഇവിടെ നിർത്തുന്നത്. അന്നേരം നമ്മൾ അങ്ങനെ അതിൽ മഗ്നരായിട്ടിരിക്കാതെ നമ്മൾ മനസ്സിലാക്കുക, ഞാൻ ആരാണ്, എവിടെ നിന്ന് വരുന്നു, എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അന്നേരം അതാണ് മഹാദേവൻ ഭഗവാനാണോ എന്ന് ചോദിച്ചാൽ ഭഗവാനാണ്, പക്ഷെ അല്ലേന്ന് ചോദിച്ചാൽ അല്ല. എങ്ങനെ? കാരണം ജീവാത്മാവിനെ പോലെയും ഭഗവാനെ പോലെ ഒരേ സമയത്താണ്. അതുകൊണ്ടാണ് മഹാദേവൻ ഭഗവാന്റെ ഭക്തനായിട്ട് മാറുന്നത്. ഭഗവാന് സ്വയം ഭക്തനാകാൻ കഴിയില്ല, കാരണം ഭഗവാനാണ്. ഭക്തന് ഭഗവാനാകാൻ കഴിയില്ല, ഭഗവാന് ഭക്തനാകാനും കഴിയില്ല. പക്ഷേ അതുകൊണ്ടാണ് ഭഗവാൻ ഭക്തിയുടെ ആ ഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നത്. ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ അതേ ഭാവത്തിൽ തന്നെ ഭഗവാൻ വരികയാണ്. അതായത് ഭഗവാന്റെ സ്വന്തം ഭാവത്തിൽ വരികയാണെങ്കിൽ ഭക്തി ആസ്വദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മഹാപ്രഭു രാധാറാണിയുടെ ഭാവത്തിലാണ് വന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ രാധാഭാവത്തിൽ പോകുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് മാറുകയാണ്. മനസ്സിലായില്ലേ? ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാവം മാറിയിരിക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാനോട്
രാധാദേവിയുടെ ഭക്തി തോന്നുമ്പോൾ, രാധാദേവിക്ക് കൃഷ്ണനോട് എന്ത് സ്നേഹമാണുള്ളത്, അതേ സ്നേഹത്തിൽ കൃഷ്ണനെ സ്നേഹിക്കുമ്പോൾ കൃഷ്ണൻ രാധാദേവി ചൈതന്യ മഹാപ്രഭുവായിട്ട് മാറും. ഇത്ര മനോഹരമായിട്ടുള്ള അവതാരമാണല്ലേ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം അങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തിയുടെ രസങ്ങളെ ആസ്വദിച്ചത്. പക്ഷെ മഹാദേവൻ എന്ന് പറയുമ്പോൾ ഭക്തൻ തന്നെയാണ്. എങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? കാരണം ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് വരുന്ന അടുത്തൊരു കൃഷ്ണനാണ് ബലരാമൻ. ബലരാമൻ എന്ന് പറയുന്നത്, ബലരാമസ്വാമി എന്ന് പറയുന്നത് കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണനിൽ നിന്നും അടുത്തൊരു കൃഷ്ണൻ വരുന്നു, അതാണ് ബലരാമസ്വാമി. എന്നിട്ട് ഈ ബലരാമസ്വാമിയിൽ നിന്നാണ് സംഘർഷണൻ വരുന്നതും, സംഘർഷണിൽ നിന്നാണ് നാരായണൻ വരുന്നതും, നാരായണനിൽ നിന്നാണ് അടുത്ത സംഘർഷണം വരുന്നത്, രണ്ടാമതൊരു സംഘർഷണം. ആ സംഘർഷനെ മഹാസംഘർഷം എന്ന് പറയും. ആ മഹാസംഘർഷനിൽ നിന്നാണ് കാരണോദകശായി വിഷ്ണുവും സദാശിവനും വരുന്നത്. ഇത് രണ്ട് ഭഗവാന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. ഇതിനെ വിസ്തരണങ്ങൾ എന്ന് പറയാം. വിസ്തരണം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശക്തികളെ വിസ്തരിക്കുന്നു, കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അന്നേരം ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് അടുത്തൊരു കൃഷ്ണൻ വരുന്നു. പക്ഷെ ആ കൃഷ്ണന്റെ രൂപം കൃഷ്ണനെ പോലെയല്ല, വേറെ രൂപമാണ്, വെളുത്ത നിറമാണ്, വസ്ത്രവും വേറെയാണ്, ഭാവവും വ്യത്യസ്തമാണ്. ഇങ്ങനെയാണ് ഭഗവാനോടൊരു ദാസ്യഭാവത്തിലാണ് ഇരിക്കുന്നത്, ഒരു ഭക്തന്റെ ഭാവത്തിലാണ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ബലരാമസ്വാമി വ്യത്യസ്തനാകുന്നു. എന്നാൽ അതേ ഭാവം തന്നെയാണ് ബാക്കിയുള്ള എല്ലാ വിഷ്ണു തത്വങ്ങളും സ്വീകരിക്കുന്നത്. അതേ ഭാവം തന്നെയാണ് മഹാവിഷ്ണുവിനും ഉള്ളത്. അതേ ഭാവം തന്നെ, അതേ ശ്രീകൃഷ്ണ ഭഗവാനോടൊരു ഭക്തിഭാവം മഹാവിഷ്ണുവിനും ഉണ്ട്, മഹാദേവനും. അത് നമ്മൾ മനസ്സിലാക്കുക. അന്നേരം ഇവിടെ ബ്രഹ്മദേവൻ പറഞ്ഞു, ഉത്കണ്ഠയോടുകൂടി ഒരു കുട്ടിയെ പോലെ കരഞ്ഞു. പക്ഷെ കരഞ്ഞത് കുട്ടികൾ കരയുന്ന അതേ കാര്യത്തിന് വേണ്ടിയാണോ? അല്ല. ഞാൻ ആരാണ്, ഞാൻ എന്തിനു വന്നു എന്നുള്ളൊരു ഉദ്ദേശം, എൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് പറഞ്ഞു നൽകിയാലും എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങയുടെ പേര് രുദ്രൻ എന്ന് ആകട്ടെ എന്ന് പറഞ്ഞു. 11ാമത്തെ ശ്ലോകം കേൾക്കാം. ഹൃദേന്ദ്രിയാണി അസുർവ്യോമ വായുരഗ്നിർജലം മഹി സൂര്യശ്ചന്ദ്രസ്തപശ്ചൈവ സ്ഥാനാനി അഗ്രേ കൃതാനി തേ. എന്നിട്ട് പറഞ്ഞു, ബ്രഹ്മദേവൻ രുദ്രനോട് പറഞ്ഞു, ഞാൻ നിനക്കായിട്ട് നൽകുന്ന സ്ഥലങ്ങൾ നോക്കൂ. ഹൃദയം, ഇന്ദ്രിയങ്ങൾ, പ്രാണവായു, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, തപസ്യ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ എല്ലാ സ്ഥലങ്ങളിലും, ഇനി ഇതിൽ കൂടുതൽ എന്ത് സ്ഥലമാണ് ഉള്ളത് അല്ലേ? ഭൗതിക ലോകത്തിലെ പഞ്ചഭൂതങ്ങളിലും ഹൃദയത്തിലും ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ബോധം, ഹൃദയം, ഇന്ദ്രിയങ്ങൾ, പ്രാണവായു, ഇതിലെല്ലാം ഇരുന്നോളൂ. തപസ്യയിലും ഇരുന്നോളാൻ പറഞ്ഞു, സൂര്യചന്ദ്രന്മാരിലും ഇരിക്കാൻ പറഞ്ഞു. അന്നേരം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? പ്രഭുപാദജി പറയുന്നു, ഇവിടെ പ്രഭുപാദജി പറയുന്നു, രുദ്രന്റെ സൃഷ്ടി, ബ്രഹ്മദേവനിൽ നിന്ന് വന്ന രുദ്രന്റെ സൃഷ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു സൃഷ്ടിയാണ്. ആ രുദ്രനിൽ തമോ ഗുണത്തിൻ്റെ ഒരു അംശം കൂടെ ഉണ്ട്. ഇതിനു വേണ്ടി തമോ ഗുണത്തിനെ നിലനിർത്തുന്ന ദേവനും കൂടാണ് രുദ്രൻ. ഭഗവത്ഗീതയിൽ ഈ രുദ്രനെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറയുന്നു. 3.37 ശ്ലോകത്തിൽ നമുക്ക് നോക്കാം. എന്താണ്? കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിധിയേനാം ഹി വൈരിണാം. ഭഗവാൻ 3ാമത്തെ അധ്യായത്തിലെ 37ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, കാമം കൊണ്ടാണ് രജോ ഗുണത്താൽ സമുദ്ഭവിക്കുന്ന. കാരണം അർജുൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. 36ാമത്തെ ശ്ലോകം എന്താണ്? അർജുനുവാച അതക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛൻ അഭിവാർഷ്ണയ ബലാതിവ നിയോജിത. അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്, വൃഷ്ണി നായക, എന്തുകൊണ്ടാണ് ഒരു വ്യക്തി പാപകർമ്മങ്ങളിൽ ഏർപ്പെട്ടു പോകുന്നത്? അവന് താല്പര്യം ഇല്ലാഞ്ഞിട്ടും എന്തോ ഒരു ശക്തി അവരെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന പോലെ പാപം ചെയ്യാൻ നിർബന്ധിതരാകുന്നത് എന്തുകൊണ്ടാണ്? അല്ലേ? ഇപ്പോൾ
തെറ്റ് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവർക്കൊക്കെ അറിയാം അവർ ചെയ്യുന്ന തെറ്റാണ്. കള്ളുകുടിയന് നല്ലപോലെ അറിയാൻ കള്ളു കുടിക്കാൻ പാടില്ല. സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന വ്യക്തികൾക്കും അറിയാം ഇത് തെറ്റാണ്. കാരണം സ്വന്തം പെങ്ങളുടെ കാര്യം വരുമ്പോഴോ അല്ലെങ്കിൽ അമ്മയുടെ കാര്യം വരുമ്പോഴോ അവന് പെട്ടെന്ന് ടെൻഷൻ വരും അല്ലേ. അതേപോലെ മറ്റുള്ള സ്ത്രീജനങ്ങളും സ്വന്തം അമ്മയും പെങ്ങളുമാണ് എന്നുള്ളൊരു ചിന്തയും കൂടെ അവനില്ല. അന്നേരം അറിയാം ഇത് തെറ്റാണെന്ന്, പക്ഷെ എന്നാലും നിർബന്ധിതനാവുകയാണ്. എന്തുകൊണ്ട്? അതിന് ഭഗവാൻ ഉത്തരം പറയുന്നു. എന്താണ്? കാമം. ശ്രീ ഭഗവാൻ ഉവാച കാമ ഏഷ ക്രോധ ഏഷ. കാമം ക്രോധമായിട്ട് മാറുന്നു. അതാണ് നമ്മളെ നിർബന്ധിപ്പിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാവുന്നത്? രജോ ഗുണസമുദ്ഭവ. രജോ ഗുണം വർദ്ധിക്കുമ്പോൾ അത് കാമത്തിന് കാരണമായി മാറുന്നു. ആ കാമം പൂർത്തീകരിക്കപ്പെടാത്തപ്പോൾ അത് ക്രോധമായിട്ട് മാറുന്നു. മഹാശനോ മഹാപാപ്മ. മഹാശന. അന്നേരം ഈ ക്രോധം എന്ന് പറയുന്നത് എല്ലാത്തിനെയും നശിപ്പിക്കും. അതിനാണ് പറയുന്നത് മഹാശന. ഈ ക്രോധം എല്ലാത്തിനെയും നശിപ്പിക്കും. മഹാശനോ മഹാപാപ്മ. ഏറ്റവും വലിയ പാപകർമ്മങ്ങളിലേക്ക് നിർബന്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാം. വിധി ഏനാം. നീ അറിയൂ, ഈ ഭൗതിക ലോകത്തിലെ ഇഹ വൈരിനാം ഏറ്റവും വലിയ ശത്രു ഇതാണ് എന്ന് പറയുന്നു. അന്നേരം ഇവിടെ പറയുന്നു കാമത്താലാണ് ഒരു വ്യക്തി, രജോ ഗുണത്താൽ ഉണ്ടാകുന്ന കാമം ക്രോധമായിട്ട് മാറുന്നു. ഇതാണ് എല്ലാവരെയും കൊണ്ടും പാപകർമ്മങ്ങളിലേക്ക് ഏർപ്പെടുത്തിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് ഏതൊരു ക്രൈം നടന്നാലും അതിൻ്റെ കാരണം കാമമായിരിക്കും അല്ലേ. ഈ ലോകത്തുള്ള ക്രൈമിൻ്റെ പ്രധാന കാരണം കാശ്, സ്ത്രീജനങ്ങളോടുള്ള അപമര്യാദയായിട്ടുള്ള പെരുമാറ്റം, ഇത് രണ്ടുമാണ് ഈ ലോകത്തെ ക്രൈമിൻ്റെ മേൽ പ്രധാനപ്പെട്ട. മണ്ണിന് വേണ്ടി, സ്ത്രീജനങ്ങൾക്ക് വേണ്ടി, സ്വത്ത്, കാശിന് വേണ്ടി, ഇതിനു വേണ്ടിയാണ് ഈ ലോകത്തെല്ലാം വഴക്കും അടിയും ക്രൈമും നടക്കുന്നുണ്ടാണ്. അന്നേരം ഈ ആസ്വാദനത്തിനുള്ള അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം, അത് നടക്കാതെ വരുമ്പോഴുള്ള ക്രോധം, അതാണ് ഈ ലോകത്ത് എല്ലാത്തിൻ്റെയും കാരണമെന്ന് പറയുന്നു. അന്നേരം ഈ കാമത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഈ കാമവും ക്രോധവും എല്ലാത്തിനെയും നശിപ്പിക്കും, എല്ലാ സദ്ഗുണങ്ങളെയും നശിപ്പിക്കും. അന്നേരം ഇത് തന്നെയാണ് പ്രഭുപാദജി ഇവിടെയും പറയുന്നത്. രുദ്രൻ, മഹാദേവൻ, ബ്രഹ്മദേവൻ, ഭഗവാന്റെ ഭക്തൻ, സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മദേവൻ പിതാമഹനാണ് നമ്മുടെ എല്ലാവരുടെയും. പക്ഷെ എന്നിരുന്നാലും ആ വന്ന മഹാദേവൻ സാക്ഷാൽ ഭഗവാനാണെങ്കിലും ആ മഹാദേവന്റെ ആ ഒരു ഉദ്ദേശം, വന്നതിൻ്റെ ഉദ്ദേശം ശുഭകരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. തമോ ഗുണം നല്ലതല്ല, അജ്ഞാനം നല്ലതല്ല, സംഹാരം, നമ്മൾ സംഹരിക്കപ്പെടേണ്ടവരല്ല, അതൊരു നാശം. അതിനു വേണ്ടിയാണ് മഹാദേവൻ വന്നിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലായോ? അന്നേരം ഇവിടെ പറയുന്നു, ഇവിടെ ക്രോധത്താൽ ഉദ്ഭവിച്ചിരിക്കുന്ന രുദ്രന്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അന്നേരം ഇവിടെ ഭഗവത്ഗീതയിൽ മൂന്നാമത്തെ അധ്യായത്തിലെ 37ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നു ഈ രുദ്രതത്വത്തെക്കുറിച്ച്. എങ്ങനെയാണ് രുദ്രതത്വം എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ കാമം വരുന്നു, ആ കാമം ക്രോധമായിട്ട് മാറുന്നു. ഇതെങ്ങനെ വരുന്നു? രജോഗുണത്തിൽ നിന്ന്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അല്ലേ. ബ്രഹ്മദേവൻ രജോഗുണത്തിലാണ്, സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടുകയാണ്. എന്നാൽ അത് തീവ്രമായിട്ടുള്ളൊരു കാമം, ആസക്തി. എന്തിനു വേണ്ടി? സൃഷ്ടികർമ്മങ്ങൾ. കാമം എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടികർമ്മങ്ങൾ ഏതിലും നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ആസക്തി ഉണ്ടെങ്കിൽ അത് കാമമാണ്. അതെന്തുവാകാം. ലൈംഗിക ബന്ധം മാത്രമാകണമെന്ന് നിർബന്ധമില്ല. ലൈംഗിക ബന്ധമാണ് കാമത്തിൻ്റെ ഏറ്റവും അതിതീവ്രമായിട്ടുള്ള വികാരം. അതേപോലെ ഏത് കർമ്മത്തിലും നമുക്ക് അതിതീവ്രമായിട്ടുള്ള ആസക്തി തോന്നിയാൽ അത് കാമമാണ്. ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മങ്ങൾ ഏർപ്പെടാൻ ആഗ്രഹിച്ചു, പക്ഷെ അത് നടക്കാതെ വരുമ്പോൾ ബ്രഹ്മദേവന് ദേഷ്യം വന്നു. അന്നേരം ആ ക്രോധത്തിൽ നിന്നാണ് രുദ്രൻ ഉണ്ടാകുന്നത്. അന്നേരം ഇവിടെ പറയുന്നു ക്രോധൻ അത് തന്നെയാണ് രുദ്രൻ. മനസ്സിലായില്ലേ? അന്നേരം ഇവിടെ പറയുന്നു ക്രോധം വരുന്നത് കാമത്തിൽ നിന്നാണ്,
കാമം വരുന്നത് രജോ ഗുണത്തിൽ നിന്നും. അന്നേരം നമ്മുടെ ഉള്ളിലുള്ള ആ കാമം പൂർത്തീകരിക്കപ്പെടാത്തപ്പോൾ അത് ക്രോധമായിട്ട് മാറുന്നു. ഈ ഒരു ക്രോധം എന്ന് പറയുന്നത് ഒരു ജീവാത്മാവിൻ്റെ ഏറ്റവും വലിയ ബദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അന്നേരം ഈ ഏറ്റവും നമ്മുടെ എല്ലാം നശിപ്പിക്കുന്ന, നമ്മുടെ ഉള്ളിലെ എല്ലാ സദ്ഗുണങ്ങളെയും നശിപ്പിക്കുന്ന ആ രജോ ഗുണം, അത് അഹങ്കാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുന്നു. അന്നേരം ഈ രജോ ഗുണം എങ്ങനെയാണ് വരുന്നത്? നമ്മൾ രജോ ഗുണത്തിൻ്റെ അടിമയായിട്ട് പോകുന്നത് എങ്ങനെയാണ്? ഞാൻ ഈ ശരീരമാണ് എന്ന് ചിന്തിക്കുമ്പോൾ, ശരീരബോധത്തിലിരിക്കുമ്പോൾ, ഞാൻ ഈ ലോകത്തിലുള്ള എല്ലാം എൻ്റെ ആസ്വാദനത്തിന് വേണ്ടിയാണ്, എല്ലാം എനിക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കുമ്പോൾ അന്നേരം നമ്മൾ രജോ ഗുണത്തിലാണ്. എല്ലാം ഭഗവാന്റെയാണ്, ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയാണെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് അഹങ്കാരം വരുന്നില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നു, എൻ്റേത്, എൻ്റെ കാര്യങ്ങൾ എന്നുള്ള, ഞാൻ എൻ്റേതെന്നുള്ള ചിന്ത വരുമ്പോൾ നമ്മൾ രജോ ഗുണത്തിൽ പെട്ടുപോകുന്നു. അങ്ങനെ ആ രജോ ഗുണത്തിൽ നിന്നും ആസ്വാദനത്തിനുള്ള താല്പര്യം വർദ്ധിക്കുന്നു. അങ്ങനെ ആസ്വാദനം പൂർത്തീകരിക്കപ്പെടാത്തപ്പോൾ ക്രോധം വരുന്നു. അന്നേരം ഇതിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്. അന്നേരം ഒരു വ്യക്തി സ്വയം ചിന്തിക്കുന്നു ആ വ്യക്തി തന്നെയാണ് എല്ലാം, ഞാനാണ് എല്ലാത്തിൻ്റെ അധികാരി, എല്ലാം എൻ്റെ കീഴിലായിരിക്കണം എന്നുള്ള. അന്നേരം ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തി മൂഢനാണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. അന്നേരം ഹൃദയത്തിൽ, അന്നേരം ഇവിടെ രുദ്രന് സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എവിടേക്കാണ്? ഹൃദയത്തിലിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഹൃദയത്തിൽ അഹങ്കാരം വരുമ്പോൾ എന്താകുന്നു? നാശം തുടങ്ങുന്നു. ഞാൻ എല്ലാമാണ് എന്ന് ചിന്തിക്കുമ്പോൾ അത് അവിടെ രുദ്രൻ പ്രവർത്തിച്ചു തുടങ്ങിയാണ്. ഇവിടെ പറയുന്നു, എത്ര മനോഹരമായിട്ടാണ് പ്രഭുപാജി പറയുന്നത് നോക്കണേ. അന്നേരം ഇവിടെ പറയുന്നു, हरे कृष्ण, क्या बेटा, क्या बेटा? हाँ हाँ ले लो बेटा पानी. അതായത് ഇവിടെ നമ്മുടെ ഉള്ളിൽ ആ അഹങ്കാരം വരുമ്പോൾ, അഹങ്കാരം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ, पाँच ही बोला था बेटा. देखो अंदर खाली है तो जितना है ले लो, रोज लगेगा बेटा. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഉള്ളിൽ ആ മിഥ്യ അഹങ്കാരം വരുമ്പോൾ ആണ് നമ്മൾ ആ അഹങ്കാരത്തിൻ്റെ അടിമയായി പോകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അന്നേരം ഈ അഹങ്കാരം വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ രജോ ഗുണത്തിൻ്റെ അടിമയാകുന്നത്. ആ രജോ ഗുണത്തിൽ നിന്നാണ് നമുക്ക് ക്രോധം വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അന്നേരം ഇവിടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നൽകി എന്ന് പറയത്തില്ലേ. അന്നേരം മഹാദേവൻ തമോ ഗുണത്തിൻ്റെ ദേവൻ മാത്രമല്ല, മിഥ്യ അഹങ്കാരത്തിൻ്റെയും കൂടെ ദേവനാണ്. അതായത് വളരെ സിമ്പിളാണ്. മഹാദേവൻ ഒരാളുടെ നാശം അടുത്തത് എങ്കിൽ, വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയത്തില്ലേ, മഹാദേവൻ എന്ത് ചെയ്യും? ആ വ്യക്തിയുടെ ഉള്ളിൽ അഹങ്കാരത്തെ വർദ്ധിപ്പിക്കും. ഞാൻ എൻ്റേതെന്നുള്ള ചിന്ത. ഇതൊന്നും ആർക്കും അറിയിച്ചില്ല. എല്ലാവരും മഹാദേവനെ പൂജിക്കുന്നു, പക്ഷെ മഹാദേവൻ്റെ പ്രവർത്തനം എന്താണെന്ന് അറിയത്തില്ല. മഹാദേവൻ്റെയും പാർവതി ദേവി മായാശക്തിയാണ് അല്ലേ? മായാശക്തി മായയിൽ എല്ലാവരെയും പ്രലോഭിപ്പിക്കുന്നു. മഹാദേവൻ എങ്ങനെയാണ് ഒരു വ്യക്തിയെ ഭഗവാനിൽ നിന്ന് അകറ്റുന്ന? അവരുടെ ഉള്ളിൽ അഹങ്കാരത്തെ വർദ്ധിപ്പിച്ചു. അഹങ്കാരം വർദ്ധിപ്പിക്കാൻ പിന്നെ നാശത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, തനിയെ നാശത്തിലേക്ക് പോകും. അഹങ്കാരം, ഞാൻ എൻ്റേത് എന്നുള്ള ആ നമ്മുടെ ഉള്ളിലെ ആ ഒരു ഭാവം വർദ്ധിക്കും. അതാണ് മഹാദേവൻ്റെ ജോലി, ഓരോ വ്യക്തികളുടെ ഉള്ളിൽ അഹങ്കാരത്തെ വർദ്ധിപ്പിക്കുക. അഹങ്കാരം വർദ്ധിക്കുമ്പോൾ ശരീരബോധം വർദ്ധിക്കും. അന്നേരം ഞാൻ ഈ ശരീരമാണെന്നുള്ള ചിന്തയിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ കഴിയും. ഒന്നാലോചിച്ചു.
അതുകൊണ്ടാണ് നമുക്ക് നിത്യാനന്ദ പ്രഭുവിൻ്റെ അനുഗ്രഹം കിട്ടുന്നത്. നിത്യാനന്ദ പ്രഭു ആരാണ്? ബലരാമസ്വാമിയാണ്. അന്നേരം ആ ബലരാമസ്വാമിയെ എപ്പോഴും മഹാദേവൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാദേവൻ വരുന്നത് സംഘർഷണിൽ നിന്നാണ്. സംഘർഷണം ബലരാമസ്വാമിയാണ്. അന്നേരം നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം പോകണമെങ്കിൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം വേണം, മഹാദേവൻ്റെ അനുഗ്രഹം വേണം, നിത്യാംപ്രഭുവിൻ്റെ അനുഗ്രഹം വേണം, ബലരാമസ്വാമി. നിത്യാംപ്രഭു ബലരാമസ്വാമി നിത്യാംപ്രഭുവിനെയാണ് മഹാദേവൻ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിത്യാംപ്രഭുവിൽ നിന്നാണ് മഹാദേവൻ വരുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ നിത്യാംപ്രഭുവിനെ ധ്യാനിക്കാൻ വേണ്ടിയാണ് മഹാദേവൻ എപ്പോഴും കഴുത്തിൽ സർപ്പത്തെ വെക്കുന്നത്, കഴുത്തിൽ വാസുകിയും ബാക്കി ദേഹത്തെല്ലാം നാഗങ്ങളെ വെക്കുന്ന. എന്തിനു വേണ്ടിയാണ്? അനന്തശേഷനായിട്ടിരിക്കുന്ന ആ ബലരാമസ്വാമിയുടെ രൂപത്തെ ധ്യാനിക്കുകയാണ് ആര്? മഹാദേവൻ. വാസുകിയുടെ ആ പത്തിയൊക്കെ കാണുന്ന സമയത്ത് ആ അസംഖ്യം പത്തിയോടുകൂടി പത്തി വിടർത്തിയിരിക്കുന്ന അനന്തശേഷനെയാണ് മഹാദേവൻ സ്മരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം നമ്മുടെ ഉള്ളിൽ ആ മിഥ്യാഹങ്കാരം പോകാൻ നമുക്ക് മഹാദേവൻ്റെ അനുഗ്രഹം വേണം, നിത്യാംപ്രഭുവിൻ്റെ അനുഗ്രഹം. ഓക്കെ, हाँ कर फैन बंद करके कर. हाँ अभी फिलहाल हो, ये दूसरा लिखते हैं. അന്നേരം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയുടെ ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഓരോരോ സ്ഥലങ്ങൾ രുദ്രൻ ഇരിക്കാനായിട്ട് കൊടുത്തു. അതിൽ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഹൃദയമാണ്. खुला रखता हूँ. അന്നേരം പൂരാ खोल. അന്നേരം ഹൃദയത്തിൽ ഇരിക്കുന്ന സമയത്ത് ഹൃദയത്തിൽ ആ ഒരു അഹങ്കാരം എന്ന് പറയുന്ന ഒരു ഇത് വരുമ്പോൾ ഈ രക്തം ഹൃദയത്തിൽ ആ അഹങ്കാരം എന്ന് പറയുന്ന ആ ഒരു ഘടകം വരുമ്പോഴാണ് എന്ത് പറ്റുന്നത്? ഞാൻ ഈ ശരീരമാണ് എന്നുള്ളൊരു ചിന്ത നമ്മളുടെ ഉള്ളിൽ വരുന്നത്. അന്നേരം ആ ചിന്ത കാരണം എന്ത് പറ്റും? നമ്മൾ നമ്മുടെ അസ്തിത്വം മറന്നു പോകും. ഞാൻ ആത്മാവാണെന്നുള്ളൊരു കാര്യം മറന്നു പോവുകയും നമ്മൾ ഭഗവാനെ മറന്നു പോകും, എല്ലാം മറന്നു പോകും. അന്നേരം ആ രുദ്രൻ വന്നു കഴിഞ്ഞാൽ, അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അത് രുദ്രനാണ്. രുദ്രൻ വന്നു കഴിഞ്ഞാൽ നാശം തുടങ്ങി എന്നാണ് അർത്ഥം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഇവിടെ പറയുന്നു, അന്നേരം ഈ ഒരു അഹങ്കാരത്തിൻ്റെ ലക്ഷണം എന്താണ്? ഞാൻ എന്നുള്ളൊരു ചിന്ത, ഞാൻ എൻ്റേത് എന്നുള്ള ചിന്ത, എന്നെക്കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ, ഞാൻ മാത്രമേ എനിക്ക്, ഇതെല്ലാം എൻ്റേതാണ്, എൻ്റെ കഴിവുകൾ കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്, അങ്ങനെയുള്ള ചിന്താഗതി, ഞാൻ എൻ്റേത് എന്നുള്ള ചിന്ത ഉള്ളിൽ വരുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? രുദ്രനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം അങ്ങനെയുള്ള അഹങ്കാരം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ രജോ ഗുണത്തിൽ പെട്ടുപോകും. അങ്ങനെ രജോ ഗുണത്തിൽ പെട്ടുപോകുന്ന സമയത്ത് ആ രജോ ഗുണത്താൽ കാമം ഉദ്ഭവിക്കുന്നു. അതായത് ആസ്വാദനത്തിനുള്ള താല്പര്യം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണത് പോകുന്നതെന്ന് നോക്കണേ. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇത് ഞാൻ ചെയ്യുന്നു, ഇത് എൻ്റേതാണ്, എൻ്റെ കഴിവാണ്, ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഇതെല്ലാം എനിക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ നമ്മൾ അഹങ്കാരത്തിന് അടിമയായി. അഹങ്കാരം വന്നു കഴിയുമ്പോൾ പിന്നെന്തായി? പിന്നെ രജോ ഗുണം വന്നു. രജോ ഗുണം വന്നു കഴിഞ്ഞാൽ പിന്നെന്താണ്? ആസ്വദിക്കാൻ, എല്ലാം എൻ്റെ ആസ്വാദനത്തിന് വേണ്ടിയായിരിക്കണം എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് നമ്മൾ മാറും. ഇനി അതിനാരെങ്കിലും തടസ്സം നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മുടെ ശത്രുവായിട്ട് മാറും. അവരോട് നമുക്ക് ദേഷ്യം തോന്നും. മനസ്സിലായില്ലേ? ക്രോധം വരും. എന്നിട്ട് ഇവിടെ പറയുന്നു, ഇങ്ങനെയുള്ള മനോഭാവത്തിൽ ഇരിക്കുന്ന വ്യക്തികൾ ഏറ്റവും വലിയ മൂഢന്മാരാണ്. എന്തുകൊണ്ട് മൂഢന്മാരാണ്? കാരണം ഞാൻ എൻ്റേത് എന്ന് ചിന്തിക്കുന്നത് തന്നെ തെറ്റല്ലേ? അപ്പം ഞാൻ ഈ ശരീരമാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാരണം ഞാൻ ഈ ശരീരമല്ല. ഇനി ഈ ലോകത്തിലുള്ള എല്ലാം എൻ്റേതാണെന്ന് ചിന്തിക്കുന്ന അതും തെറ്റാണ്. കാരണം ഇതെൻ്റേതല്ല, ഭഗവാന്റേതാണ്. സർവചരാചരങ്ങളുടെയും
അധിപൻ എന്ന് പറയുന്നത് ഭഗവാനാണ്. അന്നേരം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അദ്ദേഹത്തിൻ്റെതാണ്. അന്നേരം ആ ഒരു കാര്യം മറന്നു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അതാണ് നമ്മൾ नहीं अभी सत्संग चल रहा है, अभी ऐसे ही करो. അന്നേരം നമ്മൾ ഇത് ഞാനാണ്, എൻ്റേതാണ് എന്ന് ചിന്തിക്കുന്നത് അത് ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് നമ്മൾ മനസ്സിലാക്കുക. അന്നേരം ഇങ്ങനെയുള്ള ഒരു മനോഭാവത്താൽ എന്തു പറ്റുന്നു? നമ്മുടെ ഉള്ളിൽ ക്രോധം വർദ്ധിക്കുന്നു. ആ ക്രോധം ഉള്ളിൽ ഉദ്ഭവിക്കുന്നു. എന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ലേ എന്താണ്? എവിടെയാണ് രുദ്രൻ ഇരിക്കാനുള്ള സ്ഥലം കൊടുത്തിരിക്കുന്നത്? ഹൃദയത്തിലാണ് ആദ്യം ഇരിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു അല്ലേ? ആദ്യത്തെ സ്ഥാനം ഹൃദയത്തിലിരിക്കുക അല്ലേ? പിന്നെ രണ്ടാമത് പറഞ്ഞു ഇന്ദ്രിയങ്ങളിലിരിക്കാൻ പറഞ്ഞു. അന്നേരം നമ്മുടെ ഉള്ളിൽ ദേഷ്യം വരുമ്പോൾ, ഇവിടെ പ്രഭുപാദി എത്ര മനോഹരമായിട്ടാണ് പറയുന്നത് നോക്കണേ. ദേഷ്യം വരുമ്പോൾ അതെന്താവും? നമ്മുടെ ഹൃദയത്തിൽ ദേഷ്യം വരുമ്പോൾ ഹൃദയത്തിൽ ദേഷ്യം വന്ന അഹങ്കാരം കൊണ്ട് ദേഷ്യം വരുമ്പോൾ എന്തു പറ്റും? ഇന്ദ്രിയങ്ങളിലൂടെ അത് പ്രകടമായി തുടങ്ങും. എങ്ങനെ? കണ്ണുകളിൽ ദേഷ്യം കാണാൻ പറ്റും, കൈകളിലും കാലുകളിലും. അന്നേരം കണ്ണും കൈയും കാലും ഒക്കെ എന്താണ്? ഇന്ദ്രിയങ്ങളാണ്. അന്നേരം ഹൃദയത്തിൽ നിന്നും ഇന്ദ്രിയങ്ങളിൽ ഒരാളുടെ ദേഷ്യം കണ്ടു തുടങ്ങും. അത് അന്നേരം ഇവിടെ പ്രഭുപാദി അടുത്തൊരു ഉദാഹരണം നൽകുന്നുണ്ട്. ഒരു വ്യക്തി ദേഷ്യപ്പെടുമ്പോൾ കണ്ണ് നന്നായി ചുമന്ന്, എന്നിട്ട് കൈയൊക്കെ ഇടിച്ച് കാല് വെച്ചൊക്കെ ചവിട്ടാൻ നോക്കും ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ. മനസ്സിലായില്ലേ? അത് ദേഷ്യം പ്രകടിപ്പിക്കുന്നതാണ്. അന്നേരം അങ്ങനെ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുന്നതിൻ്റെ അർത്ഥം അവിടെ രുദ്രന്റെ സാന്നിധ്യം വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രുദ്രന്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ എന്താണ്? നാശം. അതാണ് നമ്മൾ മനസ്സിലായത്. അന്നേരം ഒരു വ്യക്തി ക്രോധത്തിലിരിക്കുമ്പോൾ ആ വ്യക്തി വളരെ ശക്തമായിട്ട് ശ്വാസം എടുത്തുകൊണ്ടേയിരിക്കും, വളരെ വേഗത്തിൽ. അന്നേരം അതാണ് അടുത്തത് പറയുന്നത്. അതായത് ഹൃദയത്തിലിരിക്കൂ, ഇന്ദ്രിയങ്ങളിലിരിക്കൂ, വായുവിലിരിക്കൂ, ശക്തമായിട്ട് ശ്വാസം എടുത്തുകൊണ്ടിരിക്കും അല്ലേ? ഇങ്ങനെ അല്ലേ? ദേഷ്യം കൊണ്ട് ഭയങ്കര ദേഷ്യം വരുമ്പോൾ വളരെ വേഗം ദേഷ്യം വരും. എന്താ? അന്നേരത്തെ ഈ വായു വളരെ പെട്ടെന്ന് ശ്വാസം എടുക്കാൻ തുടങ്ങും. അന്നേരം എന്തുകൊണ്ടാണ്? അവിടെയും രുദ്രൻ വന്നു തുടങ്ങി എന്നാണ്. അന്നേരം ഇതൊക്കെ രുദ്രന്റെ സ്ഥാനങ്ങളാണെന്ന് പറയുന്നു. ഇതൊന്നും സാങ്കല്പികമല്ല. ഒരു കാര്യമില്ലാതെ ഇതൊന്നും സംഭവിക്കത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എത്ര ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മളിതൊന്നും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് എന്നാലോചിച്ചത്. ഇനി അടുത്തത് ആകാശത്ത് कितना हो गया बेटा? 140. वो माता जी से ले लेंगे बेटा, उनको बुलाएंगे. ഈ ആകാശം മുഴുവൻ കാർമേഘം കൊണ്ട് നിറയുമ്പോൾ പെട്ടെന്ന് ഇടി വെട്ടുകയും ഭയങ്കര ശക്തമായിട്ടുള്ള ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ അതും രുദ്രൻ്റെ സാന്നിധ്യമാണെന്ന് പറയുന്നു. ഇനി കാറ്റ് വളരെ ശക്തമായിട്ട് അടിക്കുമ്പോൾ എല്ലാ നാശനഷ്ടങ്ങളും ഉണ്ടാക്കുന്നു, അതും രുദ്രൻ്റെ സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കണം. ഇനി സമുദ്രത്തിലെ ആ തിരമാലകളൊക്കെ വളരെ ശക്തമാക്കി അടിക്കുമ്പോൾ അതും രുദ്രൻ്റെ സാന്നിധ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം ഈ ഒരു ശക്തമായിട്ട് കൊടുങ്കാറ്റടിക്കുന്നതും ശക്തമായിട്ട് തിരമാലകൾ അടിക്കുന്നതും വലിയ ഇടി വെട്ടുന്നതും ഇതെല്ലാം നമുക്ക് വളരെ ഭയമുണ്ടാക്കുന്നൊരു സാഹചര്യമാണ്. അന്നേരം ഇതെല്ലാം, ഇത് കൂടാതെ അഗ്നി, വളരെ ശക്തമായിട്ട് അഗ്നി കത്തി വരുമ്പോൾ അതും നാശം, ഇതൊക്കെ നാശം ഉണ്ടാക്കുന്നതാണ്. അന്നേരം എവിടെയൊക്കെ നാശം ഉണ്ടാകുന്നു അവിടെയൊക്കെ രുദ്രൻ്റെ സാന്നിധ്യമുണ്ട്. എവിടെയൊക്കെ രുദ്രനുണ്ടോ അവിടെയൊക്കെ നാശം ഉണ്ടാവും. അന്നേരം വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും അതൊക്കെ ഒരുപാട് വെള്ളം കയറി എല്ലാ നാശനഷ്ടങ്ങളും ഉണ്ടാകുമ്പോൾ അതെല്ലാം എന്താണ് സൂചിപ്പിക്കുന്നത്? രുദ്രൻ്റെ സാന്നിധ്യമാണ്. മോനെ സുമന്ദ്ര ആ വാതിലൊന്ന് അടയ്ക്കുമോനെ, അത് വീണ്ടും അടയ്ക്കും.
അന്നേരം എവിടെയൊക്കെയാണോ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്, അതിതീവ്രമായിട്ടുള്ള സംഹാരം വരുന്നത്, അവിടെയൊക്കെ രുദ്രൻ്റെ സാന്നിധ്യം. അന്നേരം ഹൃദയത്തിൽ രുദ്രൻ്റെ സാന്നിധ്യം വരും, ഇന്ദ്രിയങ്ങളിൽ വരും, നമ്മുടെ ശ്വാസത്തിൽ വരും. അതിതീവ്രമായിട്ടുള്ള എന്തു പറയുന്നത്, കൊടുങ്കാറ്റിലൂടെയും അഗ്നിയിലൂടെയും ശക്തമായിട്ടുള്ള മഴയിലൂടെയും. മോനെ സുമന്ദ്ര, 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 വെള്ളത്തിന്റെ കാശ് കൊടുത്തു. മിൽ ഗയാ? മാതാജിനെ ദിയാ? അല്ല, മാതാജിക്ക് കൊടുക്കുവാനെ, മാതാജിയെ കൊടുത്തേ. സുമന്ദ്ര, ഞാൻ പറയുന്ന കേക്കൂ. माताजी കൊടുത്തേ, മാതാജിയുടെ കൊടുക്കാൻ. कितना बोतल दिया बेटा? 7 बोतल दिया। हाँ अच्छा ठीक है। माताजी ने पेमेंट दे। हाँ रोज आ जाना बेटा। रोज तो मैंने अपना नंबर दे दिया माताजी को। आपका नंबर अलग है क्या? आपका नंबर अलग है? हाँ वॉशिंगर का आगल है। हाँ ठीक है, मैं आज देखो रोज कम से कम 4 तो लगता ही है। तो आप डेली में आ जाएगा, किसी से नहीं लेना है आपको। हाँ आपसे ही लेंगे, बट करेक्ट आ जाना, फोन आने के लिए रुकना मत। ठीक है ठीक है, आके फिलअप कर देना। ठीक है മോനെ, ആ മാതാജിയുടെ കൊടുക്കും. ഹരേ കൃഷ്ണ. ക്ഷമിക്കണം, തുടക്കമായതുകൊണ്ട് എല്ലാത്തിനും ഒന്ന് അതെന്തോ ഇതെന്തോ കുറച്ച് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന എല്ലാം പിന്നെ വെറുതെ ഒരു കാര്യമില്ലാത്ത കൺഫ്യൂഷൻസ് ആണ്. ഓക്കെ ബേട്ടാ, हाँ उधर लगे। तुलसी मिल गया? तुलसी मिल गया बेटा? तुलसी सुबह नहीं मिलेगा, सुबह कम से कम 5-5:30 मिलता है। ओ तो उस टाइम कोई ला सकता है क्या? कोई मैं कल से ट्राई करूँगा। नहीं, किसी को अरेंज कर दो इधर लाने के लिए फूल और तुलसी। आज तो नहीं मिलेगा ना, नहीं आज नहीं, मतलब हाँ कल से रोज। ठीक ठीक है। और बाजार बाबा सुबह बहुत भीड़ रहता है उधर। सुबह परेशान नहीं हो गया बाजार, अब इतना भीड़ है ना, पैर रखने के लिए जाएगा नहीं। फिर शाम को लेना पड़ेगा। हाँ, और वो जो सामान है ना, हाँ मैं आपका फोन नंबर दे दूंगा, ठीक है? हाँ आप फोन में ऑर्डर कीजिए, घर में भेज देगा। नहीं आप ही बोलता हूँ। हाँ मैं सब कुछ कर दूंगा। हाँ सब घर हम लोग को जाना हाँ इसे कर दो, इधर घर के आप कर दो, उसका दे दो। ठीक है, वही अच्छा है, अपना हाँ। टाइम बच जाएंगे। टाइम अभी तो 1-1.5 घंटा चला गया। वही कल से ऐसे कर लो बेटा। हाँ जो सामान चाहिए आपको मुझे बोल देना भाई, बेटा ये चाहिए, वो तो मुझे मालूम है क्या क्या हाँ आप ले लो, जो करना है आप कर लो. എന്തെങ്കിലും ഒന്നും ചെയ്യും, എങ്ങനെയെങ്കിലും നടത്തുക, അത്രയേ ഉള്ളൂ. വെറുതെ ചർച്ചകൾ മാത്രം, എന്തോ വലിയ റോക്കറ്റ് വിക്ഷേപണം പോലെ. റോക്കറ്റ് വിക്ഷേപണത്തെക്കാട്ടിയും ഒരുപാട് സർവീസുകളാണ്. അന്നേരം എന്തായാലും ചർച്ച വേണം. പക്ഷെ എന്നാലും സത്സംഗം എടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഒരു ടെൻഷനാണ്. നമ്മുടെ മെയിൻ സർവീസ് സത്സംഗം. അത് ഇതും അതും ഇതും എല്ലായിടത്തും നോക്കണം എന്നുള്ളതാണ്. അതിൽ സന്തോഷമേ ഉള്ളൂ, മടിയൊന്നും ഇല്ല. പക്ഷേ ഒരു വെള്ളത്തിന് വരെ കാര്യങ്ങൾ പറയണമെന്നില്ല. കാരണം നമ്മുടെ പ്രഭുജി ഇതുവരെ ഹിന്ദി പഠിച്ചിട്ടില്ല. ആര്? സുമന്ദ്രൻ പ്രഭു. അതുകൊണ്ട് പിന്നെ എല്ലായിടത്തും ഞാൻ പറയും മര്യാദക്ക് ഹിന്ദി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ. അന്നേരം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനസ്സിൽ ഹൃദയത്തിൽ ദേഷ്യം, ക്രോധം വരും. ആ ക്രോധം തന്നെ ഇന്ദ്രിയങ്ങളിലൂടെ, നമ്മുടെ നോട്ടത്തിലൂടെയും സംസാരത്തിലൂടെയും ഒക്കെ പുറത്തു വരും. പിന്നെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ കൊടുങ്കാറ്റാണെങ്കിലും എന്താ പറയുന്നത്, വലിയ ശക്തമായിട്ടുള്ള തിരമാലകളിലൂടെയും. ഒരു മാതാജി പറയുന്നു, ദേഷ്യം വളരെയധികം, ഡിപ്രഷൻ, ശ്രദ്ധയോട് ജപിക്കും മാതാജി, അന്നേരം ഓട്ടോമാറ്റിക്കലി ക്രോധം ശാന്തവും. ജപം ശരിയല്ല മാതാജി ഇപ്പം പറയുന്നത്. എന്തു പറയുന്ന ഈ
ദേഷ്യം വരുന്നതുകൊണ്ട് ജപിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് നേരെ തിരിച്ചാണ്. ജപം ശരിയാവുമ്പോൾ ദേഷ്യം വരുന്നില്ല. ദേഷ്യം വരുന്നതുകൊണ്ട് ജപിക്കാൻ പറ്റുന്നില്ല എന്നതല്ല, നമുക്ക് ജപിക്കാൻ പറ്റാത്തതുകൊണ്ട് ദേഷ്യം വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എങ്ങനെ ശ്രദ്ധിച്ച് ജപിക്കാൻ ബുദ്ധിമുട്ടാണ്, ശ്രദ്ധിച്ച് ജപിക്കുക, അത് തന്നെയാണ് സൊല്യൂഷൻ. മനസ്സിലായില്ലേ? നമ്മൾ നന്നായി ശ്രദ്ധിച്ച് ജപിക്കുമ്പോൾ തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ജപിക്കുമ്പോൾ പറ്റുന്നില്ല, ജപിക്കാൻ പറ്റണം. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. അതിനുള്ള സൊല്യൂഷൻ അത് തന്നെയാണ്. ജപം തന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്നു, The root cause of all the problems in this world is lack of Krishna consciousness. ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ കൃഷ്ണാവബോധം ഇല്ലാത്തതാണ്. The ultimate solution for all problems in this world is Krishna consciousness. ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ഏറ്റവും പരമോന്നതമായിട്ടുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ കൃഷ്ണാവബോധം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നത്തിനും കാരണം കൃഷ്ണാവബോധം ഇല്ലാത്തതാണ്. സുമന്ദ്ര പ്രഭു, സുമന്ദ്ര, സുമന്ദ്ര, എന്നിട്ട് ഇവിടെ പറയുന്നത് ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം കൃഷ്ണാവബോധം ഇല്ലാത്തതാണ്. എല്ലാ പ്രശ്നത്തിനും പരിഹാരം കൃഷ്ണാവബോധമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അന്നേരം എന്താണ് ഈ കൃഷ്ണാവബോധം? ഭഗവാന്റെ തിരുനാമം ജപം. എത്രത്തോളം ഭഗവാന്റെ നാമം ജപിക്കുന്നു, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നു, അത്രത്തോളം നമുക്ക് കൃഷ്ണാവബോധത്തിലിരിക്കാൻ പറ്റും. എത്രത്തോളം നമ്മൾ ജപിക്കാതിരിക്കുന്നോ അത്രത്തോളം കൃഷ്ണാവബോധം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറയും. ഭൗതിക ബോധം വർദ്ധിക്കും. ഭൗതിക ബോധത്തിലിരിക്കുമ്പോൾ ഭൗതിക ആഗ്രഹങ്ങൾ വരും. ആധ്യാത്മിക കാര്യത്തിൽ താല്പര്യം കുറയും. അതുകൊണ്ട് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, കൃഷ്ണ കോൺഷ്യസ്നസ്, കൃഷ്ണാവബോധം. കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ ജപം. ജപം ഇല്ലെങ്കിൽ കൃഷ്ണാവബോധം ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇവിടെ പറയുന്നു, എത്ര മനോഹരമായിട്ടാണ് ആ രുദ്രതത്വത്തെ ഈ ശ്ലോകത്തിൽ പ്രഭുപാദ് പറഞ്ഞു നോക്കുന്നത്. ഈ സൃഷ്ടിയിലുള്ള പല ജീവജാലങ്ങളും ആ രുദ്രതത്വത്തെ പ്രതിനിധീകരിക്കുമെന്ന് പറയുന്നു. എന്തൊക്കെയാണ്? സർപ്പം പ്രതിനിധീകരിക്കുന്നു, പുലി, സിംഹം, ഇതെല്ലാം രുദ്രനെ പ്രതിനിധീകരിക്കുന്നു. ചില സമയത്ത് ചൂട് കൂടുതൽ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ, രോഗാവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. അതെല്ലാം രുദ്രനാണെന്ന് പറയുന്നു. ഇനി തണുപ്പ് കൂടുതലായിട്ട് നാശം ഉണ്ടാകുമ്പോഴും അതും രുദ്രനാണെന്ന് പറയുന്നു. ഇനി തപസ്യയിലും രുദ്രൻ ഇരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ പറയുന്നു, ചില ഋഷികളിൽ തപസ്യ കൊണ്ടും യോഗബലം കൊണ്ട് അവർ ശാപം പ്രകടിപ്പിക്കുമ്പോൾ അതിലും രുദ്രനുണ്ടെന്ന് പറയുന്നു. അതിന് ഉദാഹരണം പറയുന്നു ദുർവാസ മുനി. അന്നേരം ഇവിടെയൊക്കെ രുദ്രതത്വം ഇരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം അങ്ങനെയാണ് ക്രോധത്താൽ ഉണ്ടാകുന്ന ജീവിത പ്രശ്നങ്ങളാണ് ദേഷ്യവും ഡിപ്രഷനും ഉണ്ടാക്കിയത്. അത് ജപത്തെ ബാധിക്കുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാക്കും മാതിരി പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് ഡിപ്രഷൻ വരുന്നു, അതിനുള്ള സൊല്യൂഷൻ ജപമാണ്. ശ്രദ്ധിച്ച് ജപിക്കുമ്പോൾ ജീവിത പ്രശ്നങ്ങളിൽ നമ്മൾ ഡിപ്രസ്ഡ് ആവത്തില്ല. എന്താണോ ഇപ്പോഴത്തെ പ്രോബ്ലം അത് തന്നെയാണ് സൊല്യൂഷൻ. മനസ്സിലായില്ലേ? ശ്രദ്ധയോടുകൂടി നമ്മൾ ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കാതെ
ജപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ, ശ്രദ്ധിച്ച് ജപിക്കൂ. ഒരു മാല ജപിക്കൂ, ശ്രദ്ധിച്ച്. ഒരു മാല ജപിക്കുമ്പോൾ തന്നെ എല്ലാ പ്രശ്നങ്ങളും മാറും. അങ്ങനെ ഒരു 16 മാല ജപിച്ചു നോക്കും. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒരാളുടെ സഹായത്തിന് തേടേണ്ടേ? നമ്മൾ ആരെയും വിളിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നടക്കുന്നു? നമുക്ക് ആ പരിഹാരം എങ്ങനെ കിട്ടും? ദ്രൗപദി ദേവിക്ക് ഒരു ആപത്ത് വന്നപ്പോൾ ഭഗവാനെ വിളിച്ചില്ലേ? അതേപോലെ ഹരേ കൃഷ്ണ മന്ത്രത്തിലൂടെ നമ്മൾ ഭഗവാന്റെ സഹായം തേടുകയാണ്. എൻ്റെ പ്രശ്നം പരിഹരിക്കണം എന്നല്ല നമ്മൾ ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എല്ലാം അറിയാം. അന്നേരം നമ്മൾ ജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, അതിനുള്ള ബുദ്ധിയും കഴിവും ഭഗവാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ ജപിക്കുന്നതിനനുസരിച്ച് ഭഗവാൻ നമുക്ക് സമാധാനം നൽകും, കൂടുതൽ കൂടുതൽ അറിവുകൾ നൽകും, അവസരങ്ങൾ നൽകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. സാഹചര്യം കുറച്ചും കൂടെ മെച്ചപ്പെടും. അന്നേരം ജപത്തിൽ അമാദ്യം കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഒരിക്കലും സോൾവ് ആകത്തില്ല. പ്രശ്നങ്ങളായതുകൊണ്ട് ജപിക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. രോഗം വർദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇനി ഞാൻ മരുന്ന് കഴിക്കുന്നില്ലെന്ന് പറയുന്ന അതേപോലെയാണത്. രോഗം കൂടുമ്പോഴാണ് മരുന്ന് കറക്റ്റായിട്ട് കഴിക്കേണ്ടത്. മരുന്ന് കഴിക്കാത്തതുകൊണ്ടാണ് രോഗം വർദ്ധിച്ചത്. രോഗം വർദ്ധിക്കുമ്പോൾ മരുന്ന് കഴിക്കുക കറക്റ്റായിട്ട്. എന്നിട്ട് കഴിക്കാൻ പാടില്ലാത്തത് കഴിക്കരുത്. 4 യമനിയമങ്ങൾ പാലിക്കുക. ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി ശരിയാവും. പിന്നെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കുക, ഈ ലോകത്ത് ഇരിക്കേണ്ടവരല്ല നമ്മൾ. ഇത് ദുഃഖാലയമാണ്. നമ്മൾ ഭക്തിയിലൂടെ ഇവിടെ സുഖവും സമാധാനവും അല്ല ആഗ്രഹിക്കേണ്ടത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളാണ് ഒരു കാരണം ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക്. ഇനി നമ്മൾ ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഈ ലോകം നല്ല ലോകമല്ല. ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ? അതേപോലെയാണ് നമ്മൾ ഇവിടെ സമാധാനം ആഗ്രഹിക്കുന്നത്. നമ്മളിവിടെ ഇരിക്കേണ്ടവരല്ല. ഇനി വേറൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ വെള്ളത്തിൽ എപ്പോഴും നമുക്ക് ഇരിക്കാൻ പറ്റുമോ? നമ്മുടെ ശരീരം നശിച്ചു പോകും വെള്ളത്തിൽ കുറേ കാലം ഇരുന്ന് കഴിഞ്ഞാൽ. നമുക്ക് കുറച്ചു നേരം നീന്താനും കുളിക്കാനും ഒക്കെ പറ്റും. അത് കഴിഞ്ഞാൽ നമ്മൾ എന്നും എപ്പോഴും ഇരിക്കേണ്ടത് ഭൂമിയിലാണ്. നമ്മൾ ഭൂമിയിൽ ഇരിക്കേണ്ടവരാണ്. അന്നേരം വെള്ളത്തിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയുണ്ട്. അതേപോലെയാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കുന്നത്. നമ്മൾ ആത്മാക്കളാണ്, ആത്മീയ ലോകത്തിൽ ഇരിക്കേണ്ടവരാണ്. അതുകൊണ്ട് ദൈവം ഇത് മനസ്സിലാക്കും. അതുകൊണ്ട് ഇത് കൂടാതെ അന്നേരം നമ്മൾ ഇരിക്കേണ്ട സ്ഥലത്തല്ല നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇനി ചെയ്യേണ്ട കാര്യങ്ങളല്ല നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ ആത്മാവ് വേണ്ട ആത്മീയ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ചെയ്യുന്നില്ല. ഒന്ന്, ഇരിക്കുന്ന സ്ഥലം ശരിയല്ല, ചെയ്യുന്ന കാര്യങ്ങളും ശരിയല്ല. ഇനി ഇതിനു മുമ്പേ അറിഞ്ഞോ അറിയാതെ ചെയ്തു കൂട്ടിയ പാപ്പിന് എങ്ങനെയാണ് സ്വസ്ഥതയും സമാധാനം കിട്ടുന്നത്? ലോകം ശരിയല്ല, ചെയ്യുന്ന കാര്യങ്ങളും ശരിയല്ല. എന്നിട്ട് ഇതിനുള്ള മെയിൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമജപം. നാമജപത്തിലൂടെ കുറേ മാറ്റങ്ങളുണ്ടാകും. കുറേ മാറ്റമില്ല, പരമോന്നതമായിട്ടുള്ള മാറ്റമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ട് വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. ഭഗവാന്റെ നാമത്തിലൂടെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല. നാമത്തിൻ്റെ ബലത്തിലാണ് ഭഗവാൻ വാനരന്മാരെ എല്ലാം ലങ്കയിലേക്ക് കടത്താനുള്ള പാലം നിർമ്മിച്ചത്. ഭഗവാനെക്കാട്ടിയും ശക്തമാണ് ഭഗവാന്റെ നാമം. അതിൻ്റെ അർത്ഥം ഭഗവാന്റെ നാമം വ്യത്യസ്തമാണോ? അല്ല. ഭഗവാനെക്കാട്ടിയും വേഗതയിൽ ഭഗവാന്റെ നാമം നമ്മുടെ അടുത്തെത്തും. ഹരേ കൃഷ്ണ. ഒരാൾ കുരങ്ങൻ വന്നു, ആള് വന്ന് കാണിച്ചു തരും.
ഓക്കെ, എന്തായാലും പോയി. ഹരേ കൃഷ്ണ. എന്നിട്ട് നമുക്ക് അതാണ് ഇന്നത്തെ സത്സംഗത്തിൽ പഠിക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് നാളെ നമുക്ക് കാണാം കേട്ടോ. നാളെ മുതൽ യാത്ര ആരംഭിക്കുകയാണ്. നമുക്ക് മാക്സിമം നോക്കാം ലൈവ് സത്സംഗത്തിൽ വരാൻ. അഥവാ രാവിലെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നമുക്ക് ലൈവിൽ എന്തായാലും കാണാം കേട്ടോ. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീമതി രാധാറാണിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.